AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിക്കൻ റെസിപ്പി ഉണ്ടല്ലോ, ഇഫ ചിക്കൻ. അപ്പോൾ അത് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം എന്തൊക്കെയാണ് റെസിപ്പീസ് എന്നുള്ളത്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിച്ചെടുത്ത ജാറാണ് കേട്ടോ, അതാണ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കുരുമുളക് പൊടിൻ്റെ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ആദ്യത്തെ മസാലക്കൂട്ടുകളൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി മിക്സീൻ്റെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടി വേണം, മുളക് പൊടി വേണം, പിന്നെ ഞാൻ കുറച്ച് ചെറിയ ജീരകവും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നാരങ്ങാനീര്, തൈര്, പിന്നെന്താണ് ഇപ്പോൾ ഇതിൽ കൂട്ടിയിട്ടുള്ളത്, ഉപ്പ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി അരച്ചെടുക്കുക. നാരങ്ങ നീര് ഞാൻ ഏകദേശം ഒരു പകുതി നാരങ്ങേൻ്റെ നീര് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള കൂട്ട് നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് അടിച്ച് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് കുത്തിയൊക്കെ നന്നാക്കി ഒന്ന് എടുത്തിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഒരു മയം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒരുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ സ്കിപ്പായി പോയതാണ്. തൈരും ചേർത്തിട്ടുണ്ട്. ഒരു വലിയ പുളിയൊന്നുമുള്ള തൈര് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാ സുന്ദരക്കുട്ടന്മാരാക്കിയിട്ടുള്ള ചിക്കൻ പീസിനൊക്കെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനൊരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ, 6 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ. കുക്കറിൽ ഞാൻ ഈ ചിക്കൻ പീസുകൾ മാത്രം ഒരു 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഉള്ളൊക്കെ, അതുകൊണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഇനി വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്കുള്ള അടുത്ത സംഭവങ്ങളൊന്ന് സെറ്റാക്കി എടുക്കണം. അതിലേക്ക് വെളുത്തുള്ളി, പിന്നെ ഒരു 2 ചീസ്, പിന്നെ ഞാൻ മുട്ടേൻ്റെ വെള്ളയാണ് കൂട്ടിയിട്ടുള്ളത്. 2 മുട്ടേൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാല്, പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ചീസിലൊക്കെ ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. പിന്നെ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് അടിച്ചെടുക്കാം. ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യല്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിതൊന്ന് ഇങ്ങനെ പറയണത്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് 2 വിസിൽ വരെ ഞാൻ വേവിച്ചെടുക്കൊണ്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്തേക്ക് വെച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് ഇതിലേക്ക് ചിക്കൻ പീസുകളൊന്ന് 2 ഭാഗം നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ബട്ടർ ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല, അതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലേശം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് 2 ഭാഗവും തിരിച്ചു മറിച്ചിട്ടൊന്ന് മുരിച്ചെടുക്കാം. പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ 2 ചിക്കൻ പീസുകളും നമുക്കിതിലേക്ക് ചേർത്ത് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിങ്ങനെ ഒന്ന് 2 ഭാഗവും ഇങ്ങനെ മുരിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ ഏകദേശമൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ക്രീമും കൂടെ ചേർത്ത് ഇത് വീണ്ടും ഒന്നും കൂടെ അടച്ച് ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടെ അടച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ആ ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുകയും ചെയ്യും. അടിപൊളി പണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്താ ടേസ്റ്റ്. തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ മന്തീൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആവും. ഞാൻ പക്ഷേ ചപ്പാത്തീൻ്റെ കൂടെ കേട്ടോ കഴിച്ചേ. അപ്പോൾ അതാണ് നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തീൻ്റെ കൂടെയാണ് ട്രൈ ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.